ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് ഗോവയിലോട്ടാണ് ഗായ്സ്. ഗോവയിലോട്ട് ഞങ്ങൾ ആക്ച്വലി ട്രെയിനിലാണ് പോയത്. ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസിൻസ് ആയിട്ടാണ് പോയത്. അപ്പോൾ കസിൻസ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ബോറടിക്കത്തില്ല, ഫുൾ ചിൽ ആൻഡ് ഫൺ ആയിരിക്കും. നമ്മൾ ബാംഗ്ലൂർ യശ്വന്ത്പൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. ഒരു ആഫ്റ്റർനൂൺ 3 o'clock കയറിയിട്ട് നെക്സ്റ്റ് ഒരു 5-6 ആയപ്പോൾ നമ്മളെത്തി. മഡ്ഗോൺ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമ്മൾക്ക് കാർ റെൻ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കാർ അവിടെ നിന്ന് പിക്ക് ചെയ്തു. നമ്മുടെ ചെക്ക് ഇൻ 2 o'clock ആഫ്റ്റർനൂൺ ആയിരുന്നു. പക്ഷേ കസിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒരു മോർണിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ വേറെ ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് സ്ട്രെയിറ്റ് ടു നോർത്ത് ഗോവ. അവിടെയായിരുന്നു നമ്മുടെ റിസോർട്ട് ഉണ്ടായിരുന്നത്. ഈ കാറിൻ്റെ സ്റ്റോറി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെ ഇതായിരുന്നു നമ്മുടെ വില്ലയുടെ പ്രൈവറ്റ് പൂളാണെങ്കിലും 2 സൈഡിൽ ഓപ്പൺ ആയിരുന്നു. ഇനി ഞാൻ നിങ്ങളെ റൂം ടൂറിലോട്ട് കൊണ്ടുപോവാം. നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ഉണ്ട്. റൈറ്റ് സൈഡിൽ TV, പിന്നെ ചെറിയ ചെറിയ ഷോ പീസൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം. പിന്നെ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്, പക്ഷേ നമ്മളാരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു മാസ്റ്റർ ബെഡ്റൂം. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ബുക്ക് വായിക്കാം. മാസ്റ്റർ ബെഡ്റൂമിൽ ഓടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സ്പേഷ്യസ് ആയിരുന്നു. നമുക്കിവിടെ 2 ബെഡ്റൂം അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ജിം ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫുൾ റസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ആ സ്ഥലത്തോട്ട് പോയില്ല. ഈ വാഷ്റൂം മാത്രമേ ഉള്ളൂ. ഭയങ്കര വലുതായിരുന്നു. നമുക്ക് ജക്കൂസി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ഹോണ്ടഡ് പ്ലേസ് പോലെ, നമ്മൾ ഈ ഇൻ മൂവി കാണുമ്പോൾ നമുക്ക് തോന്നൂലേ, ആ ഒരു ടൈപ്പ്. പക്ഷെ നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു അവിടെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇതൊരു പൂൾ വ്യൂ ആണ്. പിന്നെ വുഡൻ സ്റ്റേസ് ആയിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഷോ പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വില്ലയിലോട്ട് നല്ല വെൻറ്റിലേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. വോം ലൈറ്റൊക്കെ ഫുള്ളി ഓൺ ആയിരുന്നു. അതൊരു കോസി ലുക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും. സോ നെക്സ്റ്റ് ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർക്കും സ്നൂക്കർ കളിക്കാൻ അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഈ ആക്ടിങ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ സ്നൂക്കറിൻ്റെ എക്സ്പേർട്ടും പിന്നെ നെക്സ്റ്റ് ലെവൽ ചാമ്പ്യൻസ് ഒന്നും. പക്ഷേ അല്ല, ആർക്കും റൂൾസ് അറിയാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിച്ച് ജയിക്കാം. നമ്മുടെ നെക്സ്റ്റ് ആഡ് ഓൺ മെമ്മറി വന്നിട്ട് ഇതായിരുന്നു. നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. നമ്മളവിടെ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കാറിൻ്റെ ബാറ്ററി ഫുൾ ഡൗൺ. അങ്ങനെ 3 പേരും കഷ്ടപ്പെട്ട് സാഹസ്യമായിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പ്രയത്നിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ നടന്നു പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ചേട്ടൻ വിളിച്ച് പറയുന്നത്, ഗൈസ് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. സോ നമ്മൾ പിന്നെയും വെളിയിലോട്ട് പോയി കാർ ശരിയാക്കി. നമ്മൾ ആദ്യം പോയത് ഫോർട്ടിലോട്ടാണ്. ഈ ഫോർട്ടിൻ്റെ പേര് കബോഡെ രാമ എന്നാണ്. പിന്നെ ഞാൻ വായിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേര് വരാനുള്ള കാരണം ലോർഡ് രാമയാണ്. പിന്നെ അതിൽ എഴുതിയിട്ടുള്ളത് ഇവിടെ ഈ ഫോർട്ടിൽ ലോർഡ് രാമ ആൻഡ് സീത റെഫ്യൂജി എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചത്. സോ ഇതിനെപ്പറ്റി ഇൻഡെപ്ത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാം. നമ്മൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ മഴയായതുകൊണ്ട് ആരും പുറത്തോട്ട് ഇറങ്ങില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആൾക്കാർ കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ടൂറിസം ഓണാണ് എപ്പോഴും ഗോവയിൽ. നിങ്ങൾ ഈ ഫോർട്ടിൽ ഏത് എഡ്ജിലോട്ട് പോയാലും ഏതെങ്കിലും ഒരു സീ വ്യൂ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും കാണാൻ. ഇതാണ് കിരൺ, നമ്മൾ കണ്ണൻ എന്ന് വിളിക്കും. കണ്ണൻ ആക്ച്വലി ഭയങ്കര ടാലൻറ്റഡ് ആണ്. ഇതിനെപ്പറ്റി ഫുൾ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഗൈഡായിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. സോ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കസിൻ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അസറ്റാണ്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജയിലാണെന്ന്. പക്ഷെ അല്ല, ഇതൊരു വാട്ടർ സ്റ്റോറേജ് ചേംബറാണ്. ഇതിൽ ഓൾമോസ്റ്റ് 24,000 ക്ലോസ് ടു 24,000 ഗാലൺ വാട്ടർ സ്റ്റോർ ചെയ്യും, അതും റെയിൻ വാട്ടർ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു ബീച്ചിലോട്ട് പോയി. അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മൾ പിന്നെ പോയത് ബാഗ ബീച്ചിലോട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബ്രീഡിങ്ങും ചെയ്തു. നിങ്ങൾക്ക് ബാർഗെയിനിങ് സ്കിൽസ് ഇല്ലെങ്കിൽ അവരെന്തായാലും നിങ്ങളെ പറ്റിക്കും. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ അവർ നമ്മളോട് ചോദിച്ചത് 250 റുപ്പീസാണ്. സോ നമ്മൾ തന്നെ ഷോക്കായിപ്പോയി, ഇത്രയ്ക്കുണ്ടോ എന്ന്. പിന്നെ നമ്മുടെ കസിന് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞത് 50 ഒതുക്കി.
ഡേ ടു നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നമ്മൾ അവിടെ നിന്ന് ഒത്തൻറ്റിക്കായിട്ട് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് ഗോവൻ ബൺ ആയിരുന്നു. നമ്മൾ ഓഫ് സീസൺ പോയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു മഴ പെയ്താൽ ചിലപ്പം പ്ലാൻസ് ഫ്ലോപ്പ് ആവുമെന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. വെതർ നൈറ്റ് നമുക്ക് സെക്കൻഡ് ഡേ വാഗ ബീച്ച് പോകുന്ന ടൈം മാത്രമേ മഴ കിട്ടിയുള്ളൂ. അതും ഓക്കെ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സ്റ്റോപ്പായി. നമ്മൾ ആഫ്റ്റർനൂൺ ടൈം വന്നപ്പോൾ ബീച്ചൊക്കെ അൺഡെക്കറേറ്റഡ് ആയിരുന്നില്ലേ, പക്ഷേ നൈറ്റ് ടൈം വന്നപ്പോൾ ഫുൾ വൈബ്രൻറ്റ് കളർഫുള്ളായി. തിരക്ക് കുറവാണെങ്കിലും ഗോവയുടെ വേറൊരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ ഗോവയിൽ ഫസ്റ്റ് ടൈമാണ്, എന്നാലും ബീച്ച് സൈഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണ കാണുമ്പോൾ വേറൊരു വൈബ്. പിന്നെ ഓരോ ഷാക്കിൻ്റെ മുന്നിലും വേറെ ടൈപ്പ് ഓഫ് ഡെക്കറേഷൻസ് ആണ്. പിന്നെ നമ്മൾ ബാഗ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഒരു സ്ട്രീറ്റിലോട്ട് കയറിയപ്പോൾ അവിടെ ഫുൾ വേറെ വൈബ്. എനിക്ക് തോന്നുന്നു ആ ഫുൾ ലെയിനും ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു. ബീച്ച് സൈഡിൽ പോയപ്പോൾ കാം ആൻഡ് ക്വൈറ്റ്, പക്ഷേ ഈ സൈഡിലോട്ട് കയറിയപ്പോൾ ഫുൾ ലൗഡ് ആൻഡ് പാർട്ടി മോഡായിരുന്നു. നിങ്ങൾ പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ലൈനിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അതർവൈസ് നിങ്ങൾ മറ്റേ ക്വൈറ്റ് കാം അങ്ങനത്തെ ഒരു പ്ലേസാണ് നോക്കണമെങ്കിൽ ബീച്ച് സൈഡും ചൂസ് ചെയ്യാം. ബീച്ച് സൈഡ് അത്ര വൈബ്രൻ്റ് അല്ലെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ബീച്ച് സൈഡ് കുറച്ചും കൂടെ കാമായിരുന്നു. പിന്നെ നമ്മൾ പോയതൊരു വീക്ക് ഡേ ആയിരുന്നു, സോ മേ ബി അതൊക്കെ ഒരു റീസൺ ആയിരിക്കാം. ഡേ 3 നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഗോവയായിരുന്നു. സോ നമുക്ക് കുറച്ച് ടൈം അധികം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ വന്നിട്ട് നൈറ്റ് ഒരു 11:30 ആയിരുന്നു. പിന്നെ നമ്മുടെ റിട്ടേണും മഡ്ഗോൺ സ്റ്റേഷനിൽ നിന്നായിരുന്നു. സോ നമുക്ക് ഓൾഡ് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാറിൻ്റെ സ്റ്റോറി പറയാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം എന്തായിരുന്നു ആ സ്റ്റോറിന്ന്. സോ ഞാൻ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ഗോവയുടെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ.